ഭാരത ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള മഹാസംഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷം കൊല്ലത്ത് വെച്ച്, അതായത് 6/3/2026 നാളെ നടക്കുകയാണ്. അതിൻ്റെ വെന്യൂ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലം ആശ്രാമം മൈതാനമാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തോടൊപ്പം തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡിയും പങ്കെടുക്കുന്നതാണ്. ശിവഗിരി മഠത്തിൽ നിന്നും മഠാധിപതി ഡോക്ടർ സച്ചിദാനന്ദ സ്വാമിയും സെക്രട്ടറി സുഭാംഗാനന്ദ സ്വാമിയും അതുപോലെ മറ്റ് സ്വാമിമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. അതേപോലെ തന്നെ വിവിധ മേലധ്യക്ഷന്മാരെയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു സർവമത സമ്മേളനം എന്നുള്ള നിലയിൽ തന്നെ ഈ സമ്മേളനത്തെ നമുക്ക് വീക്ഷിക്കുവാൻ കഴിയുന്നതാണ്. സമ്മേളനത്തിൽ ഏതാണ്ട് 25,000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി ശിവഗിരിയിൽ നിന്നും ദീപശിഖ ശ്രീ രാജേഷ് അമ്പലപ്പുഴയും, പയ്യന്നൂരിൽ നിന്നും ഛായാചിത്രങ്ങൾ പ്രിയപ്പെട്ട ശ്രീ സജീവ് ജോസഫ് MLAയും, അതുപോലെ വൈക്കത്ത് നിന്നും കൊടിമര ഘോഷയാത്രയും നടക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന ശ്രീ ആനന്ദ് K. ഉദയനാണ് വൈക്കത്ത് നിന്നുമുള്ള കൊടിമര യാത്രയും. ആശ്രാമം മൈതാനത്ത് ഒരുക്കിയിട്ടുള്ള പന്തൽ മഹാനായ R. ശങ്കറുടെ നാമധേയത്തിൽ ആയിരിക്കും. വിവിധ കവാടങ്ങൾ TK മാധവൻ്റെയും അതുപോലെ C. കേശവൻ്റെയും നാമധേയത്തിൽ ആണ് അവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആശ്രമം മൈതാനത്ത് രാഹുൽ ഗാന്ധി നാളെ രാവിലെ 11 മണിക്ക് ഹെലികോപ്റ്ററിൽ എത്തുന്നതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിന്നും ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ആശ്രമം മൈതാനത്ത് എത്തുന്നത്. പിന്നെ ജ്ഞാന തീർത്ഥസ്വാമി ചീഫ് കോർഡിനേറ്ററായും AICCയുടെ സെക്രട്ടറി ശ്രീ PV മോഹൻ ഇതിൻ്റെ ജനറൽ കൺവീനറായി ഒരു സമിതി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊല്ലത്ത് നടക്കുന്ന ഒരു സമ്മേളനം എന്നുള്ള നിലയിൽ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദും ഈ കാര്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ഈ സമ്മേളനം നടക്കുന്നത് തന്നെ ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും ശതാബ്ദി ആഘോഷ സമിതിയും ചേർന്നാണ് ഈ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.